ഹലോ. അപ്പോൾ ഇന്നത്തെയും പോലെ കാലത്ത് എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞത് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നലത്തെ കുറച്ച് ആപ്പത്തിൻ്റെ മാവുണ്ടായിരുന്നു, ഒരു 2 ആപ്പേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത് ഞാൻ കഴിച്ചു. അപ്പോൾ മോനേട്ടനെ ചോദിച്ചപ്പോൾ റവ ഉപ്മാവ് മതി എന്ന് പറഞ്ഞു. കുറേ നാളായി ദോശ ഇഡ്ഡലി തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നാൽ ശരിയെന്ന് വെച്ചിട്ട് ഇന്നത്തെ റവ ഉപ്മാവ് ഉണ്ടാക്കി മോനേട്ടനുള്ളതാണേ. അപ്പോൾ ഇന്നൊരു എൻഗേജ്മെൻ്റ് ഉണ്ട് കേട്ടോ, അതിന് പോകാനായിട്ട് റെഡി ആവുകയാണേ. എൻ്റെ ചെറിയച്ഛൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റാണ്, മുടപ്പില്ലൂരിലാണ് സ്ഥലം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും എപ്പോഴും ചുരിദാർ അങ്ങനെ ചുരിദാർ തന്നെയായിരുന്നു. അപ്പോൾ ഇന്നലെ പൊന്നൂസ് അലമാരയൊക്കെ തപ്പിയിട്ട് അങ്ങനെ ഒരു സാരി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മ സാരി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവസാനം സാരി തന്നെ ആക്കി. അപ്പോൾ അങ്ങനെ ഒരുങ്ങി ഇറങ്ങി വന്നു. മോനേട്ടൻ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ മോനേട്ടനോട് ചോദിച്ചപ്പോൾ മോനേട്ടൻ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നാളായി ഞാനും മോനേട്ടനും കൂടി ഇങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ ഇന്ന് പൊന്നൂസ് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ബസ്സിനാണ് പോണത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഇതാ ഓഡിറ്റോറിയത്തിലെത്തി വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ വന്ന് അങ്ങനെ എല്ലാവരും വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ച് അകത്തേക്ക് പോയി. കുറച്ച് ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിയുമ്പോഴത്തേക്കും പെൺകുട്ടിനെ ഒരുക്കി കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ കല്യാണ നിശ്ചയത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി. പയ്യൻ നാട്ടിലില്ലാത്തത് കൊണ്ട് തന്നെ പയ്യൻ്റെ പെങ്ങളും അമ്മയും അവരൊക്കെ ചേർന്നിട്ടാണ് നിശ്ചയം കഴിച്ചത് കേട്ടോ. അങ്ങനെ കല്യാണമൊക്കെ ഉറപ്പിച്ചു, ഡേറ്റ് എല്ലാം അനൗൺസ് ചെയ്തു. പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു. ചെറുക്കൻ്റെ വീട്ടുകാർ ഇറങ്ങിയതിൻ്റെ പുറകെ തന്നെ ഞാനും ഇറങ്ങി. ഇവിടെ മോനേട്ടനും പൊന്നൂസും തനിച്ചല്ലേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.